ഹരി ഓം. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ.
ഭഗവത്ഗീത പഠന പരമ്പരയിലെ 10-ാം ദിവസം, മഹാഭാരതം അവലോകനം 6-ാം ദിവസം. അതിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. മഹാഭാരതത്തിലെ കഥയിലെ പല സന്ദർഭങ്ങളും അവിടെയായിട്ട് സ്പർശിച്ചു പോയി. കൂട്ടത്തിൽ നമ്മൾ പാഞ്ചാലി സ്വയംവരം വരെയുള്ള അവിടേക്ക് എടുത്ത് ചാടിയെത്തി. എങ്കിലും പാണ്ഡവന്മാരുടെ കൗരവന്മാരുടെയൊക്കെ ബാല്യവും വിദ്യാഭ്യാസവും അപ്പോണ്ടായിട്ടുള്ള ചില സംഭവങ്ങളും അനുസ്മരിക്കാതിരിക്കാനാവില്ല. അങ്ങനെ ആ ഭാഗങ്ങൾ അനുസ്മരിക്കുമ്പോഴാണ് അവരുടെ ആചാര്യന്മാരിൽ പ്രധാനിയായ ദ്രോണാചാര്യരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരിക. അപ്പൊ ദ്രോണാചാര്യരെ ചിന്തിക്കാതെ നമുക്ക് മഹാഭാരതം ചിന്തിക്കാനാവില്ലല്ലോ. അർജുനനെ വില്ലാളി വീരനാക്കിയ, ലോകൈക ധനുർധരനാക്കിയ ആചാര്യവര്യനായ ആ ദ്രോണാചാര്യരെ കുറിച്ചും നമ്മൾ ഭീഷ്മരെ കുറിച്ച് വളരെ കൂടുതലായിട്ട് ചിന്തിച്ചു. കാരണം ഭീഷ്മരാണ് മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം. എങ്കിലും ഒട്ടും മോശമല്ലാത്ത ഒരു സ്ഥാനം ദ്രോണാചാര്യർക്കും ഉണ്ട്. നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് ഓടി കാണാം. ഓട്ടപ്രദക്ഷിണമേ ഉള്ളൂ. വിശദമായിട്ടൊന്നും ഓരോ സംഭവ പരമ്പരകളിലേക്കും നമ്മൾ പോകുന്നില്ല. എന്തിനാച്ചാൽ ഒരു അനുസ്മരണം അത്രേ ഉള്ളൂ. മിക്കവാറും എല്ലാവരും പലതരത്തിലുള്ളതായിട്ടുള്ള മഹാഭാരത കഥകളെ വായിച്ചിട്ടുണ്ട്. സീരിയലുകളായിട്ട് പല ഭാഷയിലും വന്നിട്ടുണ്ട്. ഹിന്ദി മഹാഭാരതം നമ്മുടെ 80-കൾ 90-കളിൽ TV സീരിയലുകൾ ദൂരദർശനിൽ BR ചോപ്രയുടെ വളരെ കാലം എല്ലാ ഗൃഹങ്ങളിലും നിറഞ്ഞ് ആ കാലത്ത് എല്ലാവരെയും ഹൃദയം സ്പർശിച്ച ഒരു പരമ്പരയായിരുന്നു. അതുപോലെ തന്നെ തമിഴിലും മലയാളത്തിലും മറ്റു ഭാഷകളിലും ഒക്കെ മഹാഭാരതം സീരിയലുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും തത്വം പറയില്ല. കഥയുടെ പല ഭാഗങ്ങളും ചിലപ്പോൾ കൂടുതൽ പൊലിപ്പിച്ച് അവരുടേതായിട്ടുള്ള നിറം ചേർത്ത് ഓരോ തിരക്കഥാകൃത്തിനും അവരുടേതായിട്ടുള്ള അറിവ് വെച്ച്, അല്ലെങ്കിൽ അവരാരോടെങ്കിലുമൊക്കെ കൺസൾട്ട് ചെയ്ത് ഒക്കെ ആയിട്ട് പൊലിപ്പിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും മഹാഭാരതം വ്യാസൻ ഉദ്ദേശിച്ച ആയിരിക്കില്ല അവർ പറഞ്ഞു വന്നത്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ കഥാ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയുകയാണ് ഞാൻ. പലതരത്തിലെ സിനിമകളിലൂടെയാണെങ്കിലും പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ ആ കഥയുടെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതീയരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക്, മഹാഭാരതം ഒരു ചുരുക്കമെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ചില സന്ദർഭങ്ങളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. നമ്മളതിനെ ഗീതയുടെ വെളിച്ചത്തിൽ ഇനി കാണണം. ഭഗവത്ഗീത ഇനി നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു മഹാഭാരതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. അപ്പോഴാണ് ശരിക്ക് ഏതേത് സംഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് എന്നുള്ളതായിട്ടുള്ളൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓർമ്മിപ്പിക്കൽ, അത്രേ ഉള്ളൂ.
അപ്പോൾ വനത്തിൽ നിന്ന് പാണ്ഡവന്മാർ 5 പേരും കുന്തിദേവിയും ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് വന്നതിന് ശേഷം കൗരവ ബാലന്മാരോടൊപ്പം അവർ കളിച്ചു വളരുന്നു. അവരുടെ പ്രായം എല്ലാവർക്കും 10-11 വയസ്സൊക്കെ ആയപ്പോൾ ക്ഷത്രിയ സമ്പ്രദായ പ്രകാരമുള്ളതായിട്ടുള്ള ഉപനയനവും വിദ്യാഭ്യാസവും ചെയ്യിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കാരണവരായ ഭീഷ്മ പിതാമഹനാണ്. അപ്പോൾ ഭീഷ്മ പിതാമഹരുടെ മേൽനോട്ടത്തിൽ കൃപാചാര്യരാണ് ആദ്യം ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസമെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ കൃപാചാര്യർ നല്ല ഉത്തമനായൊരു ബ്രാഹ്മണനാണ്. ഗൗതമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. ആ ഗൗതമപുത്രനായിട്ടുള്ള കൃപാചാര്യരാണ് ഇവരുടെ എന്താ പറയുക, ഈ കുരുവംശത്തിൻ്റെ തന്നെ വളരെ കാലമായിട്ടുള്ള ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചു എന്നുള്ളത് വളരെ പിന്നീടാണ് നമുക്ക് അവരുടെ അറിവ് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ വേദാന്ത കാര്യങ്ങളിലൊന്നും വേണ്ടത്ര അറിവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ വേണ്ട രീതിയിൽ പഠിപ്പിച്ചുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അസ്ത്രശസ്ത്രങ്ങൾ, ആയുധങ്ങൾ, അതൊക്കെ വേണ്ട രീതിയിൽ അഭ്യസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൃപാചാര്യരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയും കുട്ടികൾക്ക് കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കണം ഈ വിഷയത്തിലൊക്കെ, ആയുധ വിദ്യയിലൊക്കെ. അതിന് പറ്റിയ ഒരാൾ ആരാണെന്നിങ്ങനെ ഭീഷ്മാചാര്യരും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ദ്രോണാചാര്യരുടെ വരവ്. ആ ദ്രോണാചാര്യരുടെ വരവിലേക്ക് വരണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയണം. ദ്രോണാചാര്യര് ഒരു ഗുരുകുലം നടത്തിയിരുന്നു. അദ്ദേഹം ഭരദ്വാജ പുത്രനാണ്. ഭരദ്വാജൻ എന്നൊരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ഒരു ഋഷിയുടെ പുത്രനാണ് ദ്രോണാചാര്യർ. അദ്ദേഹം സ്വന്തമായിട്ടൊരു ഗുരുകുലം നടത്തിയിരുന്നു. അനേക ക്ഷത്രിയ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായി വിദ്യാഭ്യസിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ താമസിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ദാരിദ്ര്യം വിട്ടുപോയിരുന്നില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ കാലത്തുണ്ടായിരുന്ന ക്ഷത്രിയരൊന്നും തന്നെ വേണ്ട രീതിയിൽ ധർമ്മം ആചരിച്ചിരുന്നില്ല എന്നാണ്. കാരണം ക്ഷത്രിയർ ധർമ്മം ആചരിച്ചിരുന്നെങ്കിൽ ബ്രാഹ്മണർക്ക് ദാരിദ്ര്യം ഉണ്ടാകുമായിരുന്നില്ല. ഗുരുകുലങ്ങളിൽ ഇതുപോലെ ദാരിദ്ര്യം അനുഭവിക്കാൻ ഇടയുണ്ടാവില്ല. അദ്ദേഹത്തിന് സ്വന്തം പുത്രന് ഒരു പശുവിന്റെ പാല് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുമ്പോൾ ആ കാലത്ത് ആരും ഗോദാനം പോലും ചെയ്തിരുന്നില്ല എന്ന് വരണല്ലോ അല്ലേ? അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പ്രശസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഏത് സൽക്കർമ്മങ്ങളും നടത്തുമ്പോൾ വീട്ടിൽ കുട്ടികൾ ജനിച്ചാൽ ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്യുക എന്നുള്ള ഒരു സംസ്കാരം ഉണ്ട്. നമ്മുടെ ഈവൻ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം അല്ലേ? ആ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചപ്പോൾ വസുദേവർ മനസ്സുകൊണ്ട് 10,000 പശുക്കളെ ദാനം ചെയ്തു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. മനസ്സുകൊണ്ടേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കാരണം കാരാഗ്രഹത്തിലായിരുന്നു, കംസന്റെ കാരാഗ്രഹത്തിലായിരുന്നു. പിന്നീട് നന്ദഗോപര് തനിക്ക് പുത്രനുണ്ടായപ്പോൾ എന്ന് വെച്ചാൽ ഈ കുട്ടിയെ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയതായിട്ടുള്ള സമയത്ത്, ആ കൃഷ്ണ ജന്മോത്സവ സമയത്ത് നന്ദഗോപര് ധാരാളം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നത് നമുക്ക് ഭാഗവതത്തിൽ വായിക്കാം. അദ്ദേഹം അനേക പശുക്കൾ ഉണ്ടായിരുന്ന, ലക്ഷക്കണക്കിന് പശുക്കളുടെ ഉടമസ്ഥനായിരുന്നു. നമ്മുടെ കേരളം പോലെയൊന്നുമല്ല വടക്കേ ഇന്ത്യയിൽ പശുക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് ഓരോരുത്തരും വളർത്തുക.
നമ്മുടെ ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ആളുകളോട് ചോദിച്ചാൽ മതി. അല്ലേ, ലാലു പ്രസാദ് യാദവ് ബീഹാറില് കാലിത്തീറ്റ കുംഭകോണത്തിൽ 2000 കോടി പൊതുമുതല് അടിച്ചു മാറ്റിയ ആളാണ് ആ കാലത്ത്. അപ്പൊ ആ രീതിയിൽ വിപുലമായിട്ടാണ് യു പിയിലും ബീഹാറിലും അല്ലെങ്കിൽ രാജസ്ഥാനിലും ഹരിയാനയിലൊക്കെ ഗുജറാത്തിലൊക്കെ പശുക്കളെ വളർത്തുന്നത്. ഇപ്പോഴും വടക്കേ ഇന്ത്യയിലെ പല ആശ്രമങ്ങളിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് പശുക്കളെ കാണാം. ഇപ്പോഴും ആശ്രമങ്ങളിലുണ്ട്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ രാംദേവ്, ഹരിദ്വാറിലെ രാംദേവിൻ്റെ പതഞ്ജലി യോഗ അദ്ദേഹത്തിൻ്റെ ഫാമുകളുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി കാണുക. ദേശീ പശുക്കൾ, സ്വദേശീയമായിട്ടുള്ള നാടൻ പശുക്കളുടെ എന്താ പറയുക ലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിപാലിച്ചു പോരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് സപ്ലൈ ചെയ്യുന്ന കൃഷിക്കാരും അവരും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പശുക്കളെ വളർത്തുന്നവരാണ്. അപ്പൊ അതുപോലെയുള്ള ആ ഒരു കാലം ആയിരുന്നു നന്ദഗോപരുടെ കാലവും. ലക്ഷക്കണക്കിന് പശുക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശ്രീകൃഷ്ണ ഭഗവാൻ പശുക്കളെ മേയിച്ച് പോകുമ്പോൾ ലക്ഷക്കണക്കിന് പശുക്കുട്ടികളെയും കൊണ്ടാ പോവാന്ന് പറഞ്ഞ് ഭാഗവതം പറയുന്നുണ്ട്. എന്താണെങ്കിലും ലക്ഷമൊന്നും ഇല്ലെങ്കിലും ആയിരങ്ങളെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പശുക്കൾ സമ്പന്നമായിരുന്ന ഒരു കാലത്ത് ഒരു ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന ഒരു ആചാര്യന് സ്വന്തം കുട്ടിക്ക് പശുവിൻ പാല് കൊടുക്കാനുള്ള ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ ആ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾ, ക്ഷത്രിയന്മാർ എത്ര കണ്ണുപൊട്ടന്മാരായിരുന്നു, എത്ര അധമന്മാരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ധൃതരാഷ്ട്രയെ പോലൊരു കണ്ണുപൊട്ടനാണ് ആ കാലത്ത് രാജ്യം ഭരിക്കുന്നത് എന്നും കൂടി ചിന്തിക്കുക. എവിടെ? ഹസ്തിനപുരം സാമ്രാജ്യം ഭരിക്കുന്നത് ധൃതരാഷ്ട്രനെ പോലൊരു കണ്ണുപൊട്ടനാണ്. അപ്പൊ അതുപോലെയുള്ള ആളുകളാണ് ഈ ഇത്രയും വലിയ സാമ്രാജ്യത്തിന്റെ ഒരു ചക്രവർത്തി അല്ലെങ്കിൽ മഹാരാജാവ് തന്നെ കണ്ണുപൊട്ടനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാമന്തന്മാരായിരിക്കുന്ന രാജാക്കന്മാര് അവരുടെ ധർമ്മത്തിൽ നിന്ന് വിമുഖരാവും. കാരണം പേടിക്കാൻ ആളില്ല, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവരെയൊക്കെ ധർമ്മം ആചരിപ്പിക്കേണ്ട ആള് ഇവരുടെയൊക്കെ മുകളിലുള്ള എന്താ പറയുക വലിയ സാമ്രാജ്യ അധിപതിയായിട്ടുള്ള ചക്രവർത്തി സ്ഥാനത്തിരിക്കുന്ന ഹസ്തിനപുര സാമ്രാജ്യത്തിലിരിക്കുന്ന ആളാണ്. അപ്പൊ അവിടെ ഒരു യോഗ്യനായിട്ടുള്ള ഒരാളില്ല എന്ന അർത്ഥമാണ്. അതുപോലെയാണ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ക്ഷത്രിയര് അവരുടെ ധർമ്മത്തിൽ നിന്ന് വിമുഖരായിരിക്കുന്നു, അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മണർ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥന തന്നെ നമ്മൾ ദിവസവും ചൊല്ലാറുണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന മുഴുവനായിട്ട് എന്താണെന്ന് അറിയോ? ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതാണ് പ്രാർത്ഥന. സ്വസ്തി പ്രജാഭ്യ, പ്രജകൾക്ക് സ്വസ്തി ഭവിക്കട്ടെ. ന്യായേന മാർഗേണ മഹിം മഹീഷാഃ പരിപാലയന്താം, ന്യായമാർഗത്തിലൂടെ മഹിയെ ഭൂമിയെ മഹീശന്മാർ പരിപാലിക്കട്ടെ. ഭരണാധികാരികൾ ന്യായമാർഗത്തിൽ ഭൂമിയെ രക്ഷിക്കട്ടെ. അതാണ് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. നിരുപദ്രവകാരികളായ പശുക്കളും അതുപോലെ സമൂഹത്തിലെ ചിന്തകന്മാരും ശ്രേഷ്ഠന്മാരും അധ്യാപകന്മാരും പുരോഹിതന്മാരും സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കുന്നവരുമായ സാത്വിക സത്വഗുണ പ്രധാനികളായ ജനങ്ങൾ, സ്വന്തം പ്രതിരോധം സൃഷ്ടിക്കാത്ത, ഒരു കാര്യത്തിലും ആരോടും മത്സരിക്കാത്ത സജ്ജനങ്ങൾ അവര് സുഖമായി ക്ഷേമമായി കഴിയണം. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. അവിടെ ബ്രാഹ്മണ ശബ്ദത്തിന് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരായ സാത്വികന്മാരായ, സ്വന്തം കാര്യം നോക്കാൻ
മറ്റുള്ളവരോട് മത്സരിക്കാത്തവരായ നിസ്വാർത്ഥരായ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ശുഭമുണ്ടാകട്ടെ, മംഗളമുണ്ടാകട്ടെ. അപ്പൊ അവരുടെ കാര്യം, അവരുടെ രക്ഷ നോക്കേണ്ടത് ഭരണാധികാരികളാണ്. കാരണം അവർ സ്വയം രക്ഷ ചെയ്യാറില്ല. അവർ സെൽഫ് ഡിഫെൻസിന് മെനക്കെടാറില്ല. അവരുടെ ഡിഫൻസ് നോക്കേണ്ടത് ഭരണാധികാരികളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ശുഭമായിരിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ സുഖമായിരുന്നാലേ ലോകത്തിനും സുഖമുണ്ടാവുകയുള്ളൂ. ഇതാണ് ആ പ്രാർത്ഥന. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് പക്ഷെ വളരെ പ്രാചീനമായിട്ടുള്ള ഒന്നുമല്ല. ഒരു 1000 വർഷം ഇപ്പുറത്തേക്ക് മാത്രം പഴക്കമുള്ള ഒരു മന്ത്രമാണ്. ഇത് വൈദിക മന്ത്രമൊന്നുമല്ല. ഇതൊരു നാടകത്തിലെ മന്ത്രമാണ്. ഹനുമൻ നാടകം എന്ന് പറയുന്നതായിട്ടൊരു കൃതിയിലെ അവസാന മംഗള ശ്ലോകമാണിത്. കേരളീയനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് ഈ നാടകം എഴുതിയിട്ടുള്ളത്, ഈ ഹനുമൻ നാടകം. അതിൽ നാടകത്തിലെ അവസാന രംഗം തിരശീല വീഴുമ്പോൾ ചൊല്ലേണ്ടുന്ന മംഗള ശ്ലോകമായിട്ടാണ് ഈ ശ്ലോകം രചിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ വളരെ പ്രാചീനമല്ല ഇത്. എങ്കിലും ആശയം വൈദികമായിട്ടുള്ള ആശയമാണ്. വേദമന്ത്രങ്ങളിൽ നിന്നുള്ള ആശയത്തിന്റെ സാരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. അതില് സങ്കല്പം. ബ്രാഹ്മണര് സ്വന്തം ഡിഫൻസോ സ്വന്തം വരുമാന മാർഗങ്ങളോ നോക്കാൻ മെനക്കെടുന്നവരല്ല. അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സുഭിക്ഷമാക്കി കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ദ്രോണനെ പോലെ ഒരു പ്രഗത്ഭനായിട്ടൊരു ആചാര്യൻ ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു കാലം, സ്വന്തം കുട്ടിക്ക് പശുവിൻ പാല് കൊടുക്കാൻ പറ്റാത്തൊരു കാലം, എന്നിട്ട് കൂട്ടുകാരായ കുട്ടികൾ ഇവർ കുട്ടികൾ പാല് കുടിച്ചിട്ട് വന്നു എന്ന് പറയുമ്പോൾ എന്താണ് പാല് എന്ന് ചോദിക്കുന്നൊരവസ്ഥ. ഈ അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞ ദ്രോണപുത്രൻ പാല് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടികള്, ഈ ക്ഷത്രിയ ബാലന്മാര് ഈ ബ്രാഹ്മണ ബാലനായ അശ്വത്ഥാമാവിനെ പറ്റിക്കാൻ വേണ്ടി അരിമാവ് കലക്കിയ വെള്ളം പാലാണെന്ന് പറഞ്ഞു കൊടുത്ത് കുട്ടിയെ കുടിപ്പിച്ചപ്പോൾ കുട്ടി ആർത്തിയോടുകൂടി കുടിക്കുന്നത് നോക്കി പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചു. ആ കുട്ടി കുടിച്ചു കഴിയാറായപ്പോഴാണ് അത് പാലല്ല എന്നും അരിമാവ് കലക്കിയ വെള്ളമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാര് കളിയാക്കി ചിരിച്ചത്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടിയുടെ അച്ഛനായ ദ്രോണൻ വന്നത്. അപ്പൊ താൻ പഠിപ്പിക്കുന്ന തന്റെ വിദ്യാർത്ഥികളായ ഈ ബാലന്മാര്, ക്ഷത്രിയ ബാലന്മാർ എത്ര ധിക്കാരികളും എത്ര സ്വാർത്ഥന്മാരും ആണ് എന്ന് കണ്ട് അദ്ദേഹത്തിന് മനസ്സ് മടുത്ത് ആ ഗുരുകുലം അദ്ദേഹം പൂട്ടി എന്ന് പറയാം. സാധാരണ സർക്കാർ ഗ്രാൻഡ് ഒന്നും ഇല്ല എന്നർത്ഥം. എയ്ഡഡ് സ്കൂളുകളൊന്നും നടക്കുന്നില്ലേ? എയ്ഡഡ് സ്കൂളുകൾക്കൊക്കെ സർക്കാർ ഗ്രാൻഡ് കൊടുക്കുന്നത് കൊണ്ടല്ലേ അധ്യാപകർക്ക് നല്ല ശമ്പളവും സ്കൂളിൽ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നന്നാക്കി വെക്കുക. കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണമെങ്കിൽ സർക്കാരിൽ നിന്ന് നല്ല ഗ്രാൻഡുകൾ കൊടുക്കണം. അല്ലെങ്കിൽ പല എയ്ഡഡ് സ്കൂളുകളും നമ്മൾ കാണുന്നുണ്ട്, പഴയത് എന്താ പറയുക, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള കെട്ടിടങ്ങളും പഴയ ബെഞ്ചുകളൊക്കെ കുട്ടികൾ ഇരുന്നാൽ പൊട്ടി വീഴുമോ എന്നുള്ള രീതിയിലുള്ള ബെഞ്ചുകളും, ക്ലാസ്സുകൾ തമ്മിൽ വേർതിരിക്കാൻ തട്ടിക പരമ്പുകൾ കൊണ്ട് അല്ലേ ഡിവിഷൻ ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ മാറ്റം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ സമ്പത്തിന് വലിയ ദാരിദ്ര്യമൊന്നുമില്ല. അപ്പോൾ അന്ന് സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാര്, ഭരണാധികാരികൾ രക്ഷിക്കേണ്ടിയിരുന്ന ബ്രാഹ്മണര്, ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരെ ഇതുപോലെ അവഗണിച്ചത് കൊണ്ട് അവര് സമൂഹത്തിൽ എന്താ പറയുക, സമൂഹ വിരുദ്ധ മനോഭാവം അവരിൽ വന്നു ചേരും എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്
ദ്രോണരുടെ ചരിത്രം പിന്നീട് കാണുന്നത്. അദ്ദേഹം ഗുരുകുലം പൂട്ടി, ഗുരുകുലം ഉപേക്ഷിച്ച് ബാക്കി കുട്ടികളെയൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞുവിട്ട് അദ്ദേഹം ദേശാടനത്തിനിറങ്ങുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് തൻ്റെ ബാല്യത്തിൽ തൻ്റെ കൂടെ പഠിച്ച, തൻ്റെ അച്ഛൻ്റെ കീഴിൽ തന്നെ, ഭരദ്വാജൻ എന്ന മഹർഷിയുടെ കീഴിൽ തന്നെ പഠിച്ച ദ്രുപദൻ എന്ന രാജകുമാരനെ കുറിച്ച് ഓർമ്മ വന്നു. പാഞ്ചാല ദേശത്തിന്റെ അധിപനായ ആ ദ്രുപദൻ എന്ന രാജകുമാരൻ തന്നോട് ആ ബാല്യത്തിൽ പറഞ്ഞ കാര്യം ഓർത്തു. അത്രയും സുഹൃത്തുക്കളായിരുന്നു അവരന്ന്. അപ്പോൾ അന്ന് കൂട്ടുകാരായിരുന്ന ദ്രോണനോട് ദ്രുപദൻ പറഞ്ഞിരുന്നു, ഞാൻ രാജാവാകും, ഞാൻ തിരിച്ചു ചെന്നു കഴിഞ്ഞാൽ യുവരാജാവും പിന്നീട് രാജാവും ഒക്കെ ആയി പാഞ്ചാല ദേശത്തിന്റെ അധിപനായി മാറും. അപ്പോ അങ്ങ് അവിടെ വരണം, ഞാൻ എൻ്റെ പാതി രാജ്യം തരാം എന്നൊക്കെ അന്നത്തെ കുട്ടികളുടെ ഒരു ബാല ചാപല്യം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം, ഒരു വാഗ്ദാനം ചെയ്തു. ഞാൻ അങ്ങേക്ക് എല്ലാ സ്ഥാനവും നൽകി, എൻ്റെ പാതി രാജ്യം വേണമെങ്കിൽ തരാം, അങ്ങ് അവിടെ വരണം എന്ന രീതിയിൽ ആ ബാല്യത്തിൽ ക്ഷണിച്ചിരുന്നത് ഓർമ്മ വെച്ചുകൊണ്ട് തൻ്റെ ബാല്യകാല സുഹൃത്തായ ആ ദ്രുപദനെ കാണാനായിക്കൊണ്ടൊരു തനിക്കൊരു സഹായമാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർഹിക്കുന്ന സ്ഥാനം അവിടെ കിട്ടും, അവിടുത്തെ കുലഗുരുവായിട്ടിരിക്കാം, ഏതെങ്കിലും ഗുണകരമായിട്ടൊരു കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ച് തൻ്റെ കൂട്ടുകാരനെ സമീപിക്കാനായിട്ട് പാഞ്ചാല ദേശത്തേക്ക് അദ്ദേഹം ചെല്ലുന്നു, മകനെയും ഭാര്യയെയും കൂട്ടി. ദ്രോണാചാര്യരുടെ ഭാര്യ ഗൗതമ ഋഷിയുടെ പുത്രി ഗൗതമി എന്നറിയപ്പെടുന്ന, കൃപി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കൃപാചാര്യരുടെ സഹോദരിയുമാണ്. കൃപാചാര്യനും കൃപാചാര്യയും സഹോദര സഹോദരികളാണ്. കൃപിയും കൃപാചാര്യനും സഹോദരികളാണ്. അപ്പൊ ദ്രോണാചാര്യരുടെ ഭാര്യയുടെ സഹോദരനാണ് കൃപാചാര്യൻ. അപ്പൊ ആ കൃപിയെയും അശ്വത്ഥാമാവിനെയും കൂട്ടിക്കൊണ്ട് പാഞ്ചാല ദേശത്തേക്ക് പോവുകയാണ്. ആ പാഞ്ചാല ദേശത്ത് എത്തിയതായിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് കാവൽക്കാർ തടഞ്ഞു നിർത്തും. ആരാണ്, എവിടുന്നാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് രാജാവിനെ അറിയിച്ച് രാജാവിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ മുഖം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്ന മാതിരി ഭരദ്വാജ പുത്രനായ ദ്രോണനാണ്, രാജാവിൻ്റെ ബാല്യകാല സുഹൃത്താണ്, അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് മുഖം കാണിക്കണം, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് എന്നുള്ള കാര്യം ദ്രോണൻ അവിടെയുള്ള ഭടന്മാരോട്, കാവൽക്കാരോട് അറിയിക്കുന്നു. ആ കാവൽക്കാർ ചെന്ന് ദ്രുപദനോട് ഈ കാര്യം അറിയിക്കുന്നു. എന്നാൽ ദ്രുപദൻ അപ്പോഴേക്കും അധികാരമൊക്കെ കിട്ടിയപ്പോഴേക്കും ആളുടെ സ്വഭാവം മാറി. അദ്ദേഹം തൻ്റെ ബാല്യകാല സുഹൃത്തായ ദ്രോണനെ കാണാൻ കൂട്ടാക്കുന്നില്ല, ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. വളരെ അവജ്ഞ രീതിയിൽ അഹങ്കാരത്തോടുകൂടെ ആ വന്ന ഭടന്മാരോട് എന്നെ കാണാനൊന്നും അനുവദിക്കരുത്, എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കി വിടൂ എന്ന രീതിയിൽ ഒരു അവഗണനയോടുകൂടി പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ഭടന്മാർ വന്ന് ആ രീതിയിലാണ് ഈ ബ്രാഹ്മണോത്തമനായിട്ടുള്ള ദ്രോണനോട് പെരുമാറിയത്. ഇദ്ദേഹത്തിന് എന്ത് നിർബന്ധം പറഞ്ഞിട്ടും ദ്രുപദൻ കാണാൻ തയ്യാറായില്ല. അങ്ങനെ നിരാശനായി അമർഷത്തോടുകൂടെ തന്നെ അവമാനിച്ചു വിട്ട, തന്നെ കാണാൻ പോലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു സുഹൃത്തിനെ, വേറെ ഒന്നും തന്നില്ലെന്നും കൂടി ഒരു ബഹുമാനം ആ ബാല്യകാല സുഹൃത്തിനെ ഒന്ന് ഓർത്ത് ഒരു മര്യാദയെങ്കിലും ചെയ്യുക എന്നുള്ളത് കാണിക്കാതെ അവമാനിച്ച് അയക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു അവമാനം അദ്ദേഹത്തിന്റെ ഉള്ളില് വല്ലാത്തൊരു മുറിവേൽപ്പിച്ചു. ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടാണ് പിന്നെ ദ്രോണർ അവിടുന്ന് മടങ്ങുന്നത്. അപ്പോ ആ ദ്രുപദൻ എന്ന പാഞ്ചാല രാജാവും ഈ ദ്രോണരെ വഴിതെറ്റിക്കുന്നതിൽ, അദ്ദേഹത്തിന്റെ ചിന്തയിൽ മാറ്റമുണ്ടാക്കുന്നതിൽ, അദ്ദേഹത്തെ ഒരു സാമൂഹ്യ ദ്രോഹിയാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചു എന്ന് പറയാം. അന്നത്തെ സമൂഹം, അന്നത്തെ ഭരണാധിപന്മാരുടെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ
പറയുകയാണ്. അപ്പൊ ഒരു വലിയ ഭരണാധികാരിയാണ് ഈ ദ്രുപദൻ. അദ്ദേഹമാണ് ഈ തൻ്റെ വാക്കിൽ നിന്ന് തെറ്റിയത്. അപ്പൊ ആ പേര് അർത്ഥം തന്നെ ദ്രുപദൻ എന്നാണ്. ദ്രുപദൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വ്യാസൻ ഇത് ഉദ്ദേശിച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുക. ദ്രുപദൻ എന്നുള്ളതിന് ഒരർത്ഥം വൃക്ഷം കൊടിയടയാളമായവൻ എന്നുണ്ട്. ഈ പാഞ്ചാല രാജ്യത്തിന്റെ കൊടിയടയാളം അത് വൃക്ഷമാണ്. ഒരു വൃക്ഷമാണ് അവരുടെ കൊടിയടയാളം. ഓരോ രാജ്യക്കാർക്കും ഓരോ കൊടിയടയാളം ഉണ്ടല്ലോ. അപ്പൊ ധ്രു എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നർത്ഥമാണ്. അത് പദമായിരിക്കുന്നവൻ, സ്ഥാനമായിരിക്കുന്നവൻ, കൊടിയടയാളമായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് ദ്രുപദൻ എന്ന പേര് അദ്ദേഹത്തിന് പ്രശസ്തമായത് എന്ന് പറയാം. പക്ഷേ അതിന്റെ വ്യംഗ്യമായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള അർത്ഥത്തില് പദത്തിൽ നിന്ന് ദ്രവിച്ചവൻ എന്നൊരർത്ഥം കൂടി വരും. വാക്ക് തെറ്റിച്ചവൻ എന്ന അർത്ഥം വരും. ദ്രുപദൻ എന്ന പേരിന് വാഗ്ദാന ലംഘനം ചെയ്തവൻ. ധ്രു ശബ്ദം ദ്രവിക്കുക എന്നർത്ഥമാണ്. ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നാണ്. വൃക്ഷത്തിനും അതുകൊണ്ട് തന്നെയാണ് ധ്രു എന്നുള്ള പേര്. ധ്രു എന്ന് പറഞ്ഞാല് ദ്രവിക്കുന്നതാണ് കേട്ടോ എന്നാണ് അതിന്റെ അർത്ഥം. മരം എന്ന് പറഞ്ഞാലും നമ്മൾ മലയാളത്തിൽ മരം എന്ന് പറയുന്നതും മരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അശ്വത്ഥം എന്നുള്ള വൃക്ഷത്തിന്റെ പേര് തന്നെ നാളെ നിൽക്കാത്തത് എന്നാണ്. അശ്വത്ഥം എത്രയും ആയുസ്സുള്ള വൃക്ഷത്തിന്റെ പേരാണ് അല്ലെ. അരയാൽ വൃക്ഷത്തിന്റെ പേരാണ് അശ്വത്ഥം. അശ്വത്ഥം എന്നുള്ള പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ശ്വഹ ന തിഷ്ഠതി, നാളെ നിൽക്കാത്തത് എന്നാണ്. 5000-10,000 വർഷം ആയുസ്സുള്ള വൃക്ഷത്തിനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അനന്തമായ കാലപ്രവാഹത്തിൽ ഈ 5000 വർഷമൊന്നും അല്ല, നിസ്സാരമാണ്. അപ്പൊ പിന്നെ നമ്മുടെ 100 വയസ്സ് ആയുസിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? അത് സൂചിപ്പിക്കാനാണ് ഈ ഇത്രയും ആയുസ്സുള്ള വൃക്ഷത്തിന് അശ്വത്ഥം എന്ന് പേരിട്ടത്. സ്ഥാവരങ്ങളിൽ വൃക്ഷങ്ങൾക്ക് മരം എന്ന് പേരിട്ടത്, അഥവാ ധ്രു എന്ന് പേരിട്ടത് ദ്രവിക്കുന്നത്, നശിച്ചു പോകുന്നത് എന്നാണ് അർത്ഥം. മറ്റേ ഹിമാലയ പർവ്വതം പോലെ കുറെ കൂടി ലൈഫുള്ളതല്ല, ഡ്യൂറബിൾ അല്ല അത് സാധനം. അത് എപ്പോ വേണമെങ്കിൽ ദ്രവിച്ചു പോകും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ സ്വന്തം പദത്തിൽ നിന്ന് ദ്രവിച്ചവൻ ദ്രുപദൻ. പദത്തിൽ നിന്ന് ദ്രവിക്കുക എന്നാൽ പദം എന്നാൽ വാക്ക് എന്നും അർത്ഥമുണ്ട്. സ്വന്തം നിലനിൽപ്പ് അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥാനം, സ്വന്തം പദവി, രാജപദവി, അതിൽ നിന്നൊക്കെ ദ്രവിച്ചവൻ, രാജധർമ്മത്തിൽ നിന്ന് വഴുതി വീണവൻ, അധപ്പതിച്ചവൻ എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കാം ദ്രുപദ ശബ്ദത്തിന്. അപ്പൊ രാജധർമ്മമല്ല അദ്ദേഹം ചെയ്തത്. ഒരു ബ്രാഹ്മണൻ തൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വന്ന് അദ്ദേഹത്തെ അവമാനിച്ച് അയക്കുക എന്ന് പറഞ്ഞാൽ രാജധർമ്മത്തിൽ നിന്ന് അദ്ദേഹം പതിച്ചു, അദ്ദേഹം ദ്രവിച്ചു, അദ്ദേഹം അധപ്പതിച്ചു, അദ്ദേഹം വാക്ക് പതിച്ചു. അപ്പൊ ഈ ഒരു അർത്ഥത്തിലൊക്കെയാണ് ദ്രുപദ ശബ്ദം ഞാൻ മനസ്സിലാക്കിയത്. വാഗ്ദാന ലംഘനം ചെയ്ത് രാജധർമ്മം പരിപാലിക്കാതിരുന്ന ഒരു അഹങ്കാരിയായ, ഐശ്വര്യ മതം പിടിച്ച, അധികാരത്തിന്റെ ഭ്രമം പിടിച്ച, ഉത്തരവാദിത്വം മറന്ന, ധർമ്മം മറന്ന ആ ഒരു ദുഷ്ടന്മാരുടെ കൂട്ടമായി മാറിയിരുന്നു അന്നത്തെ കാലത്തെ രാജാക്കന്മാര് എന്ന് താല്പര്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി വല്ലാതെ മുറിവേൽപ്പിച്ചു. വലിയ പ്രതീക്ഷയുമായി പോയതാണ് ദ്രോണൻ. അപ്പൊ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയാം. ഇനി ഒരു തലത്തിൽ നോക്കിയാൽ ദ്രോണൻ ഒരു യദൃച്ഛാലാഭ സന്തുഷ്ടനായ ഒരു ബ്രാഹ്മണനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നേണ്ട കാര്യമില്ല. ഇതേ സമാന കാലത്താണ് നമ്മുടെ കുചേലനും ജീവിച്ചിരുന്നത് അല്ലെ. ഇതിനും പിന്നീടാണ്. ദ്രോണനെക്കാട്ടിലും പ്രായത്തിൽ താഴെയുള്ള ആളുകളാണല്ലോ ശ്രീകൃഷ്ണനും കുചേലനും ഒക്കെ. അപ്പോ അതിനും ഒരു 50-100 വർഷത്തിന് ശേഷം ജനിച്ചവരും ജീവിച്ചവരുമാണ് കുചേല ബ്രാഹ്മണൻ. അദ്ദേഹം ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ ആരാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. കുചേലന് ഒരു ആവലാതിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ദാരിദ്ര്യത്തിന്റെ നടുവിലും അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. ആരെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയില്ല. എതിർച്ചാലാപ സന്തുഷ്ടനും
അല്ലെ, ശമം ദമം മുതലായ എല്ലാ ഗുണങ്ങളും ഉള്ളിൽ നിറഞ്ഞിരുന്ന ഒരു മഹാത്മാവായിരുന്നു കുചേലൻ. സുദാമാവ് ശ്രീകൃഷ്ണന്റെ സുഹൃത്തായിരുന്നു. അപ്പൊ ആ കുചേലനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഉത്തമ ബ്രാഹ്മണന്റെ ലക്ഷണം അവിടെ പഠിക്കാം. അത്രയും ലക്ഷണങ്ങളൊന്നും ഇല്ല ഈ ദ്രോണനിൽ എന്നും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്റെ സുഹൃത്ത് തന്നെ വഞ്ചിച്ചതായിട്ടുള്ള, അപമാനിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ഉള്ളിൽ ശത്രുത വളരെ തീവ്രമായിട്ടുണ്ടായതും. അങ്ങനെ ഒരു ശത്രുത ഒരു ഉത്തമ ബ്രാഹ്മണന് തോന്നില്ല. അദ്ദേഹം അതിനെയൊക്കെ ഈശ്വര നിശ്ചയമെന്ന് വിചാരിച്ചുകൊണ്ട് എതിർച്ചാലാപ സന്തുഷ്ടനായി മടങ്ങുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉള്ളില് എന്തെന്നില്ലാത്ത വൈരാഗ്യം വളർന്നു വന്നു. അപ്പൊ അതും ദ്രോണന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള മൂല്യ ശോഷണത്തെ, ആ കാലഘട്ടത്തിന്റെ ബ്രാഹ്മണരുടെ മൂല്യ ശോഷണത്തെ കുറിച്ചാണ് കാണിക്കുന്നത്. അവർക്കും ആ വാല്യൂസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ബ്രാഹ്മണ്യത്തിൽ നിന്ന് പതിച്ച് ഒരു ക്ഷത്രിയ സ്വഭാവമുള്ള ആളായിട്ട് മാറി, രജോഗുണം വർദ്ധിച്ച ആളായിട്ട് മാറി. അദ്ദേഹത്തിന്റെ സത്വഗുണമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹം അതിന് വിധേയനാവുകയും ചെയ്യുന്നു. അങ്ങനെ സത്വഗുണം നഷ്ടപ്പെട്ട് രജോഗുണത്തോടു കൂടിയ ഒരു ആചാര്യനായിട്ടാണ് അദ്ദേഹം പിന്നെ കാണപ്പെടുന്നത്. അതേ പ്രതികാര ബുദ്ധി ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ഹസ്തിനപുരത്തിലേക്ക് വരികയാണ്. അവിടെ വന്ന് കൃപാചാര്യരെ കാണാൻ വേണ്ടി വന്നതാണ്. സ്വന്തം ഭാര്യയുടെ സഹോദരനായ കൃപാചാര്യരെടുത്ത് വന്ന് എന്തെങ്കിലും സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഭീഷ്മാചാര്യര് നല്ലൊരു ആചാര്യനെ, കൃപാചാര്യനേക്കാളും കുറെ കൂടി അഭ്യാസങ്ങളൊക്കെ അറിയുന്ന ഒരു കരുത്തനായിട്ടുള്ള ആചാര്യനെ കുട്ടികൾക്ക് വേണ്ടി, ഈ കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഒരു ആചാര്യനെ കാത്തിരിക്കുന്ന ഒരു അവസരമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ കുട്ടികളെ, കൗരവന്മാരും പാണ്ഡവന്മാരും അവര് കളിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു മൈതാനത്ത് അവരുടെ കളിപ്പന്ത്, ഒരു കോല് കളിക്ക്, കൊട്ടിയും പുള്ളും കളിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു കളിയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. ആ കളിക്കുന്ന സാധനം ഒരു പൊട്ടക്കിണറ്റിൽ, അഗാധമായിട്ടുള്ളൊരു കിണറ്റിൽ ചെന്ന് വീഴുകയും അതെടുക്കാൻ സാധിക്കാതെ കുട്ടികള് ചുറ്റും കൂടി നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആലോചിച്ച് നിൽക്കുകയും ചെയ്യുന്ന, വിഷമിച്ച് നിൽക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് ഈ ദ്രോണാചാര്യർ അവിടെ എത്തുന്നതും കുട്ടികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ ദിവ്യാസ്ത്ര ശക്തികൾ പ്രയോഗിച്ചുകൊണ്ട് ദർഭപ്പുല്ലുകൾ പറിച്ചെടുത്ത് അസ്ത്രങ്ങളാക്കി മാറ്റി ആ പന്തോ എന്താ എടുക്കേണ്ടത് വെച്ചാൽ ആ കുട്ടികൾ കളിച്ചിരുന്ന ആ കളിപ്പാട്ടം എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറകില് അസ്ത്രങ്ങൾ തറപ്പിച്ച് വരി വരിയായിട്ട് ഒരു ചെയിനായിട്ടുള്ള അസ്ത്ര ശൃംഖല ഉണ്ടാക്കി അതുകൊണ്ട് ഈ കിണറ്റിൽ നിന്ന് ആ സാധനത്തെ അദ്ദേഹം പുറത്തേക്ക് എടുത്തു കൊടുത്തു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട കുട്ടികള്, അവർക്ക് പിന്നെ പന്തിനേക്കാൾ പ്രധാനമായി തോന്നിയത് ഈ മഹാന്റെ ഈ ഒരു അത്ഭുതമായിട്ടുള്ള ആയുധവിദ്യ പ്രകടിപ്പിച്ച ഇദ്ദേഹത്തെ കുറിച്ച് ഭീഷ്മാചാര്യരോട് അറിയിക്കണം, മുത്തശ്ശനോട് അറിയിക്കണം. അതിനുവേണ്ടി കുട്ടികളൊക്കെ ഓടിച്ചെന്ന് ഭീഷ്മാചാര്യരോട് പറഞ്ഞു, ഇങ്ങനൊരു അത്ഭുതം ഇവിടെ ഉണ്ടായി, ഞങ്ങളൊക്കെ കണ്ടു, ഇങ്ങനൊരാൾ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു താടിക്കാരൻ വന്നിട്ടുണ്ട് എന്ന് ചെന്ന് അറിയിച്ചപ്പോ ഭീഷ്മാചാര്യർക്ക് മനസ്സിലായി ഈ താടിക്കാരൻ വേറെ ആരുമല്ല, തേടിയ വള്ളി കാലിൽ ചുറ്റി, അത് ദ്രോണാചാര്യർ തന്നെ ആയിരിക്കും എന്ന് ഭീഷ്മാചാര്യര് മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ട മര്യാദകളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ ദ്രോണാചാര്യരെ ഹസ്തിനപുര കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ അവിടെ വേണ്ട രീതിയിൽ ബഹുമാനിച്ച് അവിടുത്തെ ആചാര്യനാക്കി, ആസ്ഥാന ആചാര്യനാക്കി മാറ്റുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ദ്രോണാചാര്യര്, കൃപാചാര്യർക്കും അത് സമ്മതമായിട്ടുള്ള കാര്യം. കാരണം തന്റെ സഹോദരി ഭർത്താവാണ്, തനിക്ക് ജ്യേഷ്ഠ തുല്യനാണ്, ഒരു കുടുംബം എന്ന് പറയാം. ആ ഒരു സ്നേഹത്തോടുകൂടെ അവരവിടെ രണ്ടുപേരും, കൃപാചാര്യരും ദ്രോണാചാര്യരും, ആ കുട്ടികളുടെ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ആചാര്യന്മാരായിക്കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പൊ ഈ കാലത്താണ് നമ്മുടെ ദ്രോണാചാര്യര് മനസ്സിൽ തൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. തന്നെ മുറിവേൽപ്പിച്ച ദ്രുപദനെ അവമാനിക്കണം, തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കണം എന്നുള്ള ഒരു പ്രതികാര ബുദ്ധി അദ്ദേഹം ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്.
ആ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടാണ് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുന്നത്. അപ്പൊ അതിൽ എല്ലാ കാര്യത്തിലും ഏറ്റവും നല്ല ശ്രദ്ധ കാണിക്കുകയും മിടുമിടുക്കനായി അഭ്യാസം ചെയ്ത് ഗുരു ശുശ്രൂഷയിലാണെങ്കിലും പറഞ്ഞത് കേൾക്കുന്നതിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഗുരുവിന് ഏറ്റവും പ്രീതി ഉണ്ടായത് മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ എന്ന ശിഷ്യനിലാണ്. അപ്പൊ ആ അർജുനൻ എന്ന ശിഷ്യനോട് ഈ ഗുരുവിന് കുറച്ച് വാത്സല്യം കൂടി വരുന്നു. മറ്റ് ശിഷ്യന്മാരെക്കാളൊക്കെ ഈ മിടുമിടുക്കനായിട്ടുള്ള ഗുരു ശുശ്രൂഷയിൽ നമ്പർ 1 ആയിരിക്കുന്ന അർജുനനോട് അദ്ദേഹം പ്രത്യേക മമതയോടുകൂടിയിട്ടാണ് ആ അർജുനനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അത് കുറച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ആചാര്യധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നാം. കാരണം ഒരു ആചാര്യൻ ഏതെങ്കിലും ഒരു ശിഷ്യന്മാരോട് പ്രത്യേകമായിട്ടുള്ള മമത ഉണ്ടാവാൻ പാടുള്ളതല്ല. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ പ്രതികാര ബുദ്ധിയുടെ ഓരോരോ മാനിഫെസ്റ്റേഷൻ ഈ രൂപത്തിലാണ് ഉണ്ടാവുന്നത്. തന്റെ ഉള്ളിൽ നീറുന്നതായിട്ടുള്ള ദ്രുപദനോടുള്ള പ്രതികാരം അത് വീട്ടാൻ തന്റെ ശിഷ്യനെ കൊണ്ട് വേണം വീട്ടിക്കാൻ എന്ന് കരുതിക്കൊണ്ട് അതിന് യോഗ്യനായിട്ടുള്ള ഒരു ശിഷ്യനെ വാർത്തെടുക്കുകയായിരുന്നു അദ്ദേഹം വാസ്തവത്തിൽ. അപ്പോ അർജുനന് വളരെ ദിവ്യങ്ങളായ അസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുമ്പോഴും ബാക്കി ആർക്കും അതുപോലെയുള്ളതൊന്നും ഉപദേശിച്ചു കൊടുക്കാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അർജുനന് തുല്യനായിട്ട് ആരെയും അദ്ദേഹം കണക്കാക്കിയിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അർജുനൻ പക്ഷേ ഉത്തമ ശിഷ്യനാണ്. അർജുനനെ നമുക്കിവിടെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഗുരു ശുശ്രൂഷ ചെയ്യുന്നത്, ഗുരു ഏൽപ്പിച്ച കാര്യങ്ങൾ 100% അനുസരണയോടുകൂടി ചെയ്യുന്നതിൽ ഉത്തമ ശിഷ്യനാണ്. ഇന്ന പ്രയോഗം, അസ്ത്രപ്രയോഗം അത് പഠിച്ചിട്ട് നാളെ വരണം, ഹോംവർക്ക് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞാൽ അത് രാത്രി മുഴുവൻ ഇരുന്ന് അഭ്യസിക്കുക എന്നുള്ളത് അർജുനന്റെ പതിവായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ സുഖമായി കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ പോലും ഗുരു ഉപദേശിച്ചതായിട്ടുള്ള മന്ത്രമാണെങ്കിലും അസ്ത്രപ്രയോഗമാണെങ്കിലും അത് അഭ്യസിച്ച് അതിൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും നല്ല കൈവഴക്കം, നൈപുണ്യം നേടിയിട്ടാണ് പിറ്റേ ദിവസം ആചാര്യന്റെ പ്രശംസയ്ക്ക്, മറ്റുള്ളവരുടെയൊക്കെ അത്ഭുതത്തിന് ഒക്കെ പാത്രമായിട്ടുള്ളത് അർജുനൻ. നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള അർജുനന്മാരെ നമുക്കറിയാം. നമ്മളുമൊക്കെ പലപ്പോഴും അങ്ങനെയുള്ള അർജുനന്മാരായിരുന്നിട്ടുണ്ട്. നമുക്ക് അധ്യാപകരോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ, അധ്യാപകർ നമ്മളെ കൂടുതലായിട്ട് പ്രശംസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പിറ്റേ ദിവസവും അധ്യാപകനെ ഇംപ്രസ് ചെയ്യാനായിക്കൊണ്ട് നന്നായി ഹോംവർക്കൊക്കെ നേരത്തെ ചെയ്ത് എല്ലാം പഠിക്കാനുള്ളതൊക്കെ പഠിച്ച്, അല്ലേ, പദ്യം പഠിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചാൽ അത് പഠിച്ചിട്ടേ നമ്മൾ പിറ്റേ ദിവസം പോവുള്ളൂ. അതുപോലെ കണക്കുകളൊക്കെ അഭ്യാസം ചെയ്യാൻ ഏൽപ്പിച്ചാൽ ഒക്കെ വൃത്തിയായി ചെയ്തിട്ട് പിറ്റേ ദിവസം ചെന്ന് ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളത് ഇന്നും എല്ലാവരുടെയും സ്വഭാവത്തിലുള്ളതാണ്. അപ്പൊ അർജുനനും അത്രേ ചെയ്തുള്ളൂ. അർജുനൻ വളരെ മിടുക്കനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗുഡാകേശൻ എന്ന പേര് വന്നത്. അർജുനന് ഗുഡാകേശൻ എന്നൊരു പേരുണ്ട്. നമ്മൾ ഗീതയിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, കൃഷ്ണൻ വിളിക്കും ഗുഡാകേശ ഗുഡാകേശ എന്ന്. ഗുഡാകേശൻ എന്നാൽ ഗുഡാകയെ ഈശിച്ചവൻ എന്നാണ് അർത്ഥം. ഗുഡാക എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇരുട്ടിനെ ഈശിച്ചവൻ, ഇരുട്ടിനെ ജയിച്ചവൻ, ഇരുട്ടിനെയും കൈകാര്യം ചെയ്യാൻ അറിയുന്നവൻ, ഇരുട്ടത്തും ആയുധം പ്രയോഗിക്കാൻ അറിയുന്നവൻ. അതാണ് അർജുനന്റെ കഴിവ്, പാടവം. അതുകൊണ്ട് പ്രത്യേകമായിട്ടൊരു ടൈറ്റിൽ അർജുനന് വന്നു ചേർന്നതാണ് ഗുഡാകേശൻ എന്ന്. ഗുഡാകയെ ഈശിച്ചവൻ, രാത്രിയെ ജയിച്ചവൻ, ഇരുട്ടിനെ ജയിച്ചവൻ, ഉറക്കത്തെ ജയിച്ചവൻ എന്നൊക്കെ അർത്ഥമാണ്. അദ്ദേഹത്തിന് ഉറക്കം വേണ്ട, ഉറക്കമില്ലാതെ അദ്ദേഹം അഭ്യസിക്കും. അങ്ങനെ എന്താ പറയുക, അസ്ത്രം പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ശബ്ദം കേട്ടാൽ മതി. ഇരുട്ടത്ത് ഏതെങ്കിലും മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ
ആ ലക്ഷ്യത്തിലേക്ക് അസ്ത്രം പ്രയോഗിച്ച് ആ ലക്ഷ്യം ഭേദിക്കാനുള്ള സാമർഥ്യം അദ്ദേഹം നേടിയെടുത്തു. അത് ഈ രാത്രികളിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അർജുനൻ ഉത്തമ ശിഷ്യനായിരുന്നു, ഗുരു ശുശ്രൂഷയിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. അതുകൊണ്ടാണ് ഇനി ഭാവിയിൽ നോക്കൂ, രാജസൂയ യാഗം നടക്കാനിരിക്കുമ്പോൾ ആ രാജസൂയ യാഗത്തില് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് കൃഷ്ണനാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കൃഷ്ണനാണ് ഈ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഓരോരുത്തർക്കും. ഇന്നവർക്ക് ഇന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അതില് അർജുനന് കൊടുക്കുന്ന ഡ്യൂട്ടി തന്നെ ഗുരു ശുശ്രൂഷ എന്നാണ്. എന്ന് പറഞ്ഞാൽ വരുന്നതായിട്ട് വൃദ്ധന്മാരെയും ഗുരുക്കന്മാരെയും സേവിക്കുക, ശുശ്രൂഷ ചെയ്യുക. അതില് അർജുനനെ കഴിച്ചേ ഉള്ളൂ വേറൊരാള് ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ അതൊരു ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷണമാണത്. വിദ്യാർത്ഥി ലക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഇങ്ങനെ ഗുരു ശുശ്രൂഷ എന്നുള്ളത്. നല്ല അറിവുണ്ടാകണോ, അറിവുള്ളവരെ സേവിക്കണം. അപ്പൊ അറിവിനോടുള്ള ദാഹമാണ് അവിടെ അർജുനൻ കാണിക്കുന്നത്. തനിക്ക് എവിടുന്ന് അറിവ് കിട്ടുമോ അവിടുന്നൊക്കെ അറിവ് ആർജിക്കാൻ, അറിവുള്ളവരെ സേവിക്കാൻ, വൃദ്ധരെ സേവിക്കാൻ. നമ്മുടെ സുഭാഷിതങ്ങളിൽ പലതും പറയും, നിങ്ങൾക്ക് അറിവുണ്ടാവണമെങ്കിൽ വൃദ്ധരെ സേവിക്കണം എന്ന്. വൃദ്ധരുടെ അടുത്ത് ചെന്നിരുന്ന് വർത്തമാനം പറയണം. ഇത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ കുട്ടികളെ വൃദ്ധന്മാരെ കാണലേ ഇല്ല. അവര് ഗൂഗിളിൽ നിന്നാണ് അറിവ് ശേഖരിക്കുന്നത്. അതുകൊണ്ട് ആരോടും അവർക്ക് ബഹുമാനമില്ല. നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമുക്ക് മുത്തശ്ശന്മാര്, മുത്തശ്ശിമാര്, കാരണവന്മാര്, അത് അയൽവാസികളായിട്ടുള്ള കാരണവന്മാരാണെങ്കിലും നമുക്ക് കഥകളും പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിട്ടുള്ള കാരണവന്മാരോട് വലിയ ബഹുമാനമായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമായിരുന്നു, അവരുടെ അടുത്ത് ചെന്നിരിക്കുമായിരുന്നു, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പല അറിവുകളും നേടിയെടുത്തത്. അപ്പൊ അറിവ് വേണോ, അറിവുള്ളവരെ, പരിചയമുള്ളവരെ, ഓരോ രംഗത്തും പരിചയമുള്ളവരെ അല്ലെ നമ്മൾ സേവിക്കണം. അതാണ് അർജുനൻ കാണിച്ചു തരുന്നത്. ഒരു ഉത്തമ ശിഷ്യൻ, നല്ല ശുശ്രൂഷുവായ, ശ്രദ്ധാലുവായ, വിദ്യാവ്യസനിയായ, ഏത് വിദ്യയും പഠിച്ചെടുക്കാൻ അത് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പഠിക്കുക എന്നുള്ളത് വീക്ക്നെസ് ആയിരുന്നു. അങ്ങനെ മിടുമിടുക്കനായിട്ടുള്ള ആ അർജുനന്റെ ആ ഏകാഗ്രതയും ശ്രദ്ധയും പഠിക്കാനുള്ള താല്പര്യവും മനസ്സിലാക്കി, ആ കഴിവുകളും മനസ്സിലാക്കിക്കൊണ്ട് അർജുനനെ നല്ലപോലെ പോഷിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ദ്രോണാചാര്യര്. ബാക്കി സ്വന്തം മകന് പോലും ഉപദേശിക്കാത്ത വിദ്യകളൊക്കെ അർജുനന് ഉപദേശിച്ചു. അർജുനന് അദ്ദേഹം എല്ലാ ദിവ്യാസ്ത്രങ്ങളും പറഞ്ഞു കൊടുത്തു, മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അതുപോലെ ബ്രഹ്മാസ്ത്രം പോലും പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ വേറെ മറ്റുള്ള ശിഷ്യന്മാർക്ക് ആർക്കും അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ല. ആയുധങ്ങളിൽ വെച്ച്, അസ്ത്രശസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും രഹസ്യവും ഏറ്റവും വലിയ ആയുധവുമാണ് ബ്രഹ്മാസ്ത്രം. അത് ഈ പാണ്ഡവന്മാരിൽ അർജുനന് മാത്രമേ അറിയുള്ളൂ. ബാക്കി കൗരവന്മാർക്ക് ആർക്കും അറിയില്ല. ആ ബ്രഹ്മാസ്ത്ര പ്രയോഗം, അതിന്റെ മന്ത്രവും പ്രയോഗവും, അതിന്റെ പ്രയോഗവും ഉപസംഹാരവും, അത് രണ്ടും ദ്രോണാചാര്യര് ഈ ഉത്തമ ശിഷ്യനായിട്ടുള്ള അർജുനന് പഠിപ്പിച്ചു കൊടുത്തു. ഇത് കണ്ടിട്ട് അശ്വത്ഥാമാവെന്ന സ്വന്തം പുത്രൻ അച്ഛനോട് വാശി പിടിച്ചു, എനിക്കും പഠിക്കണം, എനിക്കും ബ്രഹ്മാസ്ത്രം ഉപദേശിക്കൂ, എനിക്കും ബ്രഹ്മാസ്ത്രം ഉപദേശിക്കൂ എന്ന്. പക്ഷേ മനസ്സുണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്. എങ്കിലും മകൻ എന്നുള്ള മമത കൊണ്ട്, ആ മകന്റെ ശാഠ്യം കൊണ്ട്, കാരണം മകൻ അർഹനായിരുന്നില്ല, എടുത്തുചാട്ടക്കാരനായിരുന്നു അശ്വത്ഥാമാവ്. പക്ഷെ അച്ഛനോട് നിർബന്ധിച്ച് ബ്രഹ്മാസ്ത്ര പ്രയോഗം പഠിച്ചെടുക്കുന്നുണ്ട്. അത് പ്രയോഗം മാത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തി. അതിന്റെ ഉപസംഹാര മന്ത്രവും കൂടി പഠിച്ച് ഉപസംഹരിക്കാൻ പഠിക്കണമായിരുന്നു. അതറിയില്ല ആർക്ക്? അശ്വത്ഥാമാവിന്. സ്വന്തം അച്ഛനിൽ നിന്ന് ബ്രഹ്മാസ്ത്ര പ്രയോഗം പഠിച്ചു, ഉപസംഹാരം പഠിക്കാതിരുന്നു. അത് നമുക്കിനി ഭാഗവതത്തിൽ കാണാം. മഹാഭാരതത്തിൽ അവസാനം
18-ാം ദിവസം യുദ്ധമെല്ലാം കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഈ അശ്വത്ഥാമാവ് പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ബ്രഹ്മാസ്ത്ര പ്രയോഗം ചെയ്യുന്ന കഥ കാണാം. അല്ലേ? നമ്മുടെ ശ്രീമദ് ഭാഗവതത്തില് 7-ാം അധ്യായത്തില്, പ്രഥമ സ്കന്ധത്തിൽ 7-ാം അധ്യായത്തില് ഈ കഥ വരുന്നത്. അതിനുശേഷമാണ് കുന്തി സ്തുതി വരുന്നത് 8-ാം അധ്യായത്തില്. അപ്പോ ആ ബ്രഹ്മാസ്ത്രം അത് അശ്വത്ഥാമാവ് മാത്രം സൂത്രത്തിൽ അച്ഛനെ സ്വാധീനിച്ച് അച്ഛനിൽ നിന്ന് പ്രയോഗം പഠിച്ചു, അതിന്റെ ഉപസംഹാരം പഠിച്ചില്ല. അപ്പൊ ഇങ്ങനെ ആ ദ്രോണാചാര്യര് മനസ്സിൽ ഈ അർജുനനെ തന്റെ ദ്രുപദൻ എന്ന ശക്തനായ രാജാവിനെതിരായിട്ടുള്ള ഒരു എന്താ പറയുക യോദ്ധാവായി വളർത്തിക്കൊണ്ടുവരികയാണ്, പ്രതികാരം ചെയ്യാനായിക്കൊണ്ട്. ഈ കൂട്ടത്തിലാണ് വേറെ പലരും വിദ്യാഭ്യാസത്തിനായിട്ട് ദ്രോണരുടെ അടുത്ത് വരുന്നുണ്ടെങ്കിലും അവരെയൊക്കെ നിഷേധിക്കുന്നതായിട്ട് സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ധർമ്മമാണോ എന്ന് ചിന്തിക്കുക. ഒരു ഉത്തമനായിട്ടൊരു ബ്രാഹ്മണൻ തൻ്റെ അടുത്ത് വിദ്യക്കായി കൊണ്ടുവന്നാൽ ഓരോരുത്തരുടെയും അർഹതയ്ക്കനുസരിച്ച് അവരുടെ ക്വാളിഫിക്കേഷനും ഗുണങ്ങളും അനുസരിച്ച് അവർക്ക് വിദ്യ ഉപദേശിച്ചു കൊടുക്കേണ്ടത് ഒരു ഉത്തമ ബ്രാഹ്മണനായിട്ടുള്ള ആചാര്യന്റെ ധർമ്മമാണ്. പക്ഷെ അദ്ദേഹം പലർക്കും വിദ്യ നിഷേധിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതാണ് കർണന് അദ്ദേഹം വിദ്യ നിഷേധിക്കുന്നു. ദ്രോണാചാര്യൻ നിഷേധിച്ച ശേഷമാണ് കർണൻ പിന്നീട് പരശുരാമന്റെ അടുത്ത് ചെന്ന് അഭ്യാസം ചെയ്യുന്നത്. അപ്പൊ കർണനെ അദ്ദേഹം സൂതപുത്രൻ എന്ന് കണക്കാക്കിക്കൊണ്ടാണ്, ക്ഷത്രിയനല്ല, ഇവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹത്തെ നിഷേധിക്കുന്നത്, പറഞ്ഞു വിടുന്നത്. അതുപോലെ ഏകലവ്യൻ എന്ന ഒരു വനവാസി ബാലൻ ഇദ്ദേഹത്തെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് അഭ്യാസം ചെയ്ത ആ വിദ്യാർത്ഥിയുടെ ഗുരുദക്ഷിണയായിട്ട് വലത് കൈയിന്റെ പെരുവിരൽ തന്നെ മേടിച്ചെടുത്തു. കാരണം അർജുനനേക്കാൾ ശക്തനായി വളർന്നാലോ എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഭയം കൊണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചില പ്രവൃത്തികള് ദ്രോണാചാര്യരുടെ ധർമ്മലംഘനമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്ന കാലം കൊണ്ട് വന്നതായിട്ടുള്ള മാറ്റമാണത്. ഈ കാലം ഒരു ബ്രാഹ്മണനെ എങ്ങനെ രജോ ഗുണം തമോ ഗുണം വർദ്ധിപ്പിക്കുന്നു എന്ന് കാണിക്കുകയുള്ളത്. അപ്പൊ ഇങ്ങനെ ഇവര് കുട്ടികള് വിദ്യാസമ്പന്നരായി വളർന്നു വരുന്നതും അവരുടെ അവസാനം വിദ്യയെല്ലാം പൂർണ്ണമാകുന്നതായുള്ള സന്ദർഭത്തിൽ എന്താണ് ഗുരുദക്ഷിണ വേണ്ടത് എന്ന് ഈ വിദ്യാർത്ഥികളെല്ലാം ഗുരുവിനോട് ചോദിച്ചതായുള്ള സന്ദർഭത്തില് ഗുരുദക്ഷിണയായിട്ട് ആവശ്യപ്പെടുന്നത് പാഞ്ചാല രാജാവായിട്ടുള്ള ദ്രോണനെ പിടിച്ച് ബന്ധിച്ച് തന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാനാണ്. ദ്രുപദനെ ബന്ധിച്ചു കൊണ്ടുവന്ന് തന്റെ കാൽ കീഴിൽ സമർപ്പിക്കാനാണ് തന്റെ വിദ്യാർത്ഥികളോട് അദ്ദേഹം ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടത്. ആ സന്ദർഭത്തിൽ കൗരവന്മാരെ ദുര്യോധനന്റെ നേതൃത്വത്തിൽ 100 പേരും പാഞ്ഞു ചെല്ലുന്നു. ആദ്യം ഞങ്ങള് ജയിക്കും എന്നുള്ള മട്ടിൽ അഹങ്കാരത്തോടു കൂടി ചെന്ന് ദ്രുപദനോട് ചെന്ന് യുദ്ധം ചെയ്ത്, ദ്രുപദൻ വളരെ ശക്തനാണ്, അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടെ ഈ കൗരവന്മാർ 100 പേരെയും തോൽപ്പിച്ച് ഓടിച്ചു. അങ്ങനെ ഓടിയ വഴിയിൽ പുല്ല് മുളയ്ക്കാത്ത രീതിയിൽ ദുര്യോധനാദികൾ പോയതിനേക്കാൾ വേഗത്തിൽ മടങ്ങി വന്ന് ഗുരുവിനോട് പറഞ്ഞു, അയ്യോ ഞങ്ങള് പരാജയപ്പെട്ടു, ദ്രുപദനോട് പിടിച്ചു നിൽക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് ഗുരുവിനോട് തിരിച്ചു വന്ന് നിസ്സഹായത പ്രകടിപ്പിച്ചു. ഈ സന്ദർഭത്തിലാണ് ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് അർജുനന്റെ നേതൃത്വത്തിൽ പാണ്ഡവന്മാര് ദ്രുപദ രാജധാനിയെ ചെന്ന് വെല്ലുവിളിക്കുന്നതും ആക്രമിക്കുന്നതും. ഈ ദ്രുപദനും അർജുനനുമായിട്ടുള്ള ഘോരമായിട്ടുള്ള യുദ്ധത്തില് വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ ദ്രുപദന്റെ ആയുധങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ദ്രുപദനെ ബന്ധനസ്ഥനാക്കി രഥത്തിൽ ബന്ധിച്ചു കൊണ്ടുവന്ന് ഗുരുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും ദക്ഷിണയായിട്ട്. ഈ സന്ദർഭത്തിലാണ് ദ്രോണനിലെ പ്രതികാരദാഹിയായ ആ മനുഷ്യൻ പുറത്തേക്ക് വരുന്നത്. വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗം, വളരെ മോശമായി പെരുമാറുന്ന ഒരു രംഗം.
ആ ദ്രോണൻ ദ്രുപദനെ തന്റെ കാൽ കീഴിലേക്ക് വലിച്ചിട്ടിട്ട് ആ കിരീടം ധരിച്ചിരിക്കുന്ന ദ്രുപദൻ എന്ന രാജാവിന്റെ ശിരസിൽ കാലെടുത്ത് വെക്കും. ഇപ്പൊ നീ എന്റെ അടിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സന്ദർഭത്തില് ശിഷ്യനായിട്ടുള്ള അർജുനൻ തന്നെ ആചാര്യനെ തടയും. അങ്ങ് ചെയ്യുന്നത് ഒരു അധർമ്മമാണ്. ശിരസിൽ കിരീടം വെച്ചിരിക്കുന്ന രാജാവ് വിഷ്ണുവിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ ശിരസിൽ കാലുവെച്ച് അവമാനിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ് ആ സന്ദർഭത്തിൽ അർജുനൻ ശിഷ്യനായിട്ട് പോലും ഗുരുവിനെ തടയുന്നതായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഈ ദ്രുപദനെ ആവും വിധമെല്ലാം അപമാനിച്ച്, ഇപ്പോ നിന്റെ ജീവൻ എന്റെ ഭിക്ഷയാണ്, നിന്നെ ഞാൻ വെറുതെ വിടുന്നു, നിന്റെ രാജ്യവും എന്റെ ദാനമാണ്, കൊണ്ടുപൊക്കോളൂ എന്ന് പറഞ്ഞ് ആ ദ്രുപദനെ ആട്ടിപ്പായിക്കുന്ന, അപമാനിച്ചു വിടുന്നതായിട്ടുള്ള പ്രതികാരദാഹിയായിട്ടുള്ള ഒരു ദ്രോണനെ നമുക്ക് അവിടെ കാണാം. അപ്പൊ അദ്ദേഹം ബ്രാഹ്മണ ലക്ഷണമാണോ അത് എന്ന് നമ്മൾ ബ്രാഹ്മണ ലക്ഷണങ്ങളെ വെച്ച് വേണം ചിന്തിക്കാനായിട്ട്. ബ്രാഹ്മണന്റെ ലക്ഷണങ്ങൾ പറഞ്ഞതിൽ ശമം, ദമം, ഉപശമം, അല്ലെങ്കിൽ എതിർച്ചാലാപ, സന്തുഷ്ടി മുതലായ ഗുണങ്ങൾ, ഇതൊക്കെയാണ് ബ്രാഹ്മണന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അതൊന്നുമല്ല അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്. ഒരു ക്ഷത്രിയന്റെ പ്രതികാര ബുദ്ധിയാണ് കാണിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണ്യത്തിൽ നിന്ന് അദ്ദേഹം അധപ്പതിച്ച് ഒരു ക്ഷത്രിയന്റെ ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനിയും അദ്ദേഹത്തെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മ നിയമപ്രകാരം ശരിയാണോ എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ആ ദ്രുപദനെ അവമാനിച്ചു വിട്ടതോടുകൂടി ആ ദ്രുപദന്റെ ഉള്ളില് എന്തെന്നില്ലാത്ത പ്രതികാര ബുദ്ധി ഉണ്ടാവുന്നു. ആ പ്രതികാര ബുദ്ധിയിൽ നിന്നാണ് അദ്ദേഹം തിരിച്ചു ചെന്ന് അദ്ദേഹത്തിന് ഊണുമില്ല ഉറക്കൂല്ല എന്നുള്ളൊരു ഭാവമായി ഈ ദ്രോണനോട് പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് തനിക്ക് അതുപോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവണം, അതുപോലെ ഈ അർജുനന്റെ പാടവം കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ ഈ അർജുനനെ തനിക്ക് മകന്റെ സ്ഥാനത്ത് മരുമകനായി കിട്ടണം, അതിനായിക്കൊണ്ട് അർജുനനെ വിവാഹം കഴിക്കാൻ ഒരു കന്യകയും തനിക്കുണ്ടാകണം എന്നുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഒരു യാഗം നടത്തണം. ആ യാഗത്തിൽ നിന്നാണ്, ആ യജ്ഞ കുണ്ടത്തിൽ നിന്നാണ് രണ്ട് പേര്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവിർഭവിച്ചത്. അതാണ് നമ്മുടെ കൃഷ്ണ എന്ന പ്രശസ്തയായ, ദ്രൗപദി എന്ന പ്രശസ്തയായ പാഞ്ചാലി. പാഞ്ചാലി എന്നും ദ്രൗപദി എന്നും കൃഷ്ണ എന്നുമൊക്കെ പേര് പ്രശസ്തം. അവൾക്ക് കറുത്തവളാണ്, അഴകിന്റെ പ്രതിരൂപമാണ്. അന്ന് ലോകത്തിൽ ജീവിച്ചിരുന്ന എല്ലാ സുന്ദരികളിലും വെച്ച് സുന്ദരിയായിരുന്നു ദ്രൗപദി. ആ ദ്രൗപദിയുടെ നിറം നല്ല കറുപ്പായിരുന്നു എന്ന് പറയാം. നല്ല കുങ്കുമ നിറമോ സ്വർണ്ണ നിറമോ ആയിരുന്നില്ല, നല്ല കറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കൃഷ്ണ എന്ന് പേരിട്ടത്. അപ്പൊ കറുപ്പിന് സൗന്ദര്യമുണ്ടായിരുന്ന, അല്ലെങ്കിൽ കറുപ്പിനെ ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ സുന്ദരൻ വേറെയുണ്ടോ? ശ്രീകൃഷ്ണൻ കറുപ്പല്ലേ? ശ്രീരാമൻ കറുപ്പല്ലേ? എന്നിട്ട് അവരെയൊക്കെ ആര്യന്മാരെന്ന് വിളിച്ചു. അവര് ആര്യന്മാരും ബാക്കി തെക്കേ ഇന്ത്യക്കാര് ദ്രാവിഡന്മാരും എന്നൊക്കെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ ചരിത്രകാരന്മാര് ഭാരത സംസ്കാരത്തെ നിന്ദിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ. അപ്പൊ നല്ല കറുത്ത സുന്ദരിയായിരുന്നു കൃഷ്ണ. കറുത്തവളായതുകൊണ്ട് കൃഷ്ണ യജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് യാജ്ഞസേനി എന്നും പേരുണ്ട്. യാജ്ഞസേനി എന്നാണ് ഔപചാരികമായി പാഞ്ചാലി വിളിക്കപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ദ്രുപദ രാജാവിന്റെ മകളായതുകൊണ്ട് ദ്രൗപദി, പാഞ്ചാല ദേശത്തെ രാജകുമാരി ആയതുകൊണ്ട് പാഞ്ചാലി, ഇങ്ങനെയൊക്കെ പേര് വന്നു ചേർന്നു. ആ സുന്ദരിയും അതോടൊപ്പം സഹോദരനായിട്ട് ദൃഷ്ടദ്യുമ്നൻ എന്ന രാജകുമാരനും ദ്രോണനെ വധിക്കാൻ വേണ്ടി സങ്കല്പം ചെയ്ത് ദ്രുപദൻ
ഹോമം ചെയ്തതായിട്ടുള്ള അതിൽ നിന്ന് ആവിർഭവിച്ച പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നനെ വിദ്യാഭ്യാസത്തിന് ദ്രോണന്റെ അടുത്തേക്ക് തന്നെ അയക്കുന്നുണ്ട് ദ്രുപദൻ. കാരണം ദ്രോണനെ പോലൊരു ആചാര്യനിൽ നിന്ന് വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ ഒരു കാലത്ത് വേണ്ടി വന്നാൽ യുദ്ധത്തിൽ ദ്രോണനോട് എതിരിട്ട് ദ്രോണനെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാ യുദ്ധരഹസ്യങ്ങളും ദ്രോണനിൽ നിന്ന് തന്നെ അഭ്യസിക്കാനായിക്കൊണ്ട് ആ ദൃഷ്ടദ്യുമ്നനെയും ദ്രോണന്റെ കീഴിൽ തന്നെ പഠിപ്പിക്കാൻ നമ്മുടെ ദ്രുപദൻ തന്നെ അയക്കുന്നുണ്ട്. ദ്രോണൻ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളില്? തന്റെ ശിഷ്യനായി കഴിഞ്ഞാൽ തന്നെ ഉപദ്രവിക്കില്ല, തന്നെ വധിക്കില്ല എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നിരിക്കാം. അവിടെ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ വേണമെങ്കിൽ അതൊന്നും വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല അവിടെ. പക്ഷെ നമ്മുടെ ഭഗവത്ഗീത ആരംഭിക്കുമ്പോൾ 1-ാം അധ്യായത്തില് ദുര്യോധനൻ ആചാര്യനെ പരിഹസിക്കുന്ന രീതിയിലാണ് ദൃഷ്ടദ്യുമ്നനെ അവതരിപ്പിക്കുന്നത്, അല്ലെ? പാണ്ഡവ സൈന്യം അണിനിരന്ന് നിൽക്കുന്നത് കണ്ടിട്ട് പാണ്ഡവ സൈന്യത്തിന്റെ സർവ്വസേനാ നായകനാണ് ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നന്റെ നേതൃത്വത്തിലാണ് വജ്രവ്യൂഹം എന്ന് പറയുന്ന സൂചിമുഖം. വജ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ വജ്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ഒരു സൂചി പോലെ, സൂചിയുടെ അഗ്രം പോലെ അറ്റത്ത് മൂർച്ചയേറി പുറകിലേക്ക് വികസിച്ചു വരുന്നതായിട്ടുള്ള സേനാവ്യൂഹം. ഏത് സേനാവ്യൂഹത്തിന്റെ ഉള്ളിലേക്കും തുളച്ചു കയറുന്നതായിട്ടുള്ള ആ ഒരു രീതിയാണത്. സൂചിമുഖം പോലെയുള്ള വജ്രവ്യൂഹം. ആ വജ്രവ്യൂഹം ചമച്ചത് ദൃഷ്ടദ്യുമ്നനാണ്. ആ ദൃഷ്ടദ്യുമ്നൻ ഇതൊക്കെ പഠിച്ചത്, ഈ യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിച്ചത് ദ്രോണാചാര്യരിൽ നിന്നും. അപ്പോ ആചാര്യനിൽ നിന്ന് പഠിച്ച വിദ്യകളാണ് അവിടെ അദ്ദേഹം അവതരിപ്പിച്ചത് യുദ്ധരംഗത്ത്. അപ്പൊ നമ്മുടെ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ചുകൊണ്ട് പറയുന്നില്ലേ, ആചാര്യ മുഖ ഉപസംഗമ്യ രാജാ വചനമബ്രവീത് പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൽ ആരംഭത്തിൽ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ച് പാണ്ഡവ സൈന്യത്തെ കാണിച്ചു കൊടുക്കുന്ന രംഗം. ദ്രുപദപുത്രനായ ബുദ്ധിമാനാൽ വ്യൂഹമാക്കപ്പെട്ടതായിട്ടുള്ള പാണ്ഡവന്മാരുടെ സൈന്യത്തെ കണ്ടാലും ആചാര്യ, അവിടെ ഒരു പരിഹാസമുണ്ട്, ഒരു നിന്ദയുണ്ട്. തവ ശിഷ്യേണ എന്ന് പറയുന്നുണ്ട്, അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രനാൽ. അപ്പൊ ദ്രുപദൻ അങ്ങയുടെ ശത്രു, ആ ശത്രുവിന്റെ പുത്രനെ അങ്ങ് തന്നെ അഭ്യസിച്ചില്ലേ? അങ്ങേക്ക് അന്തകനായിട്ട് അങ്ങയെ വധിക്കാനുള്ള വിദ്യകളൊക്കെ അങ്ങ് തന്നെ അവന് ഉപദേശിച്ചില്ലേ എന്നുള്ള മട്ടിലൊരു പരിഹാസ ശബ്ദത്തില് ദ്രോണന്റെ ഉള്ളില് വൈരാഗ്യം വളർത്താൻ, ദ്രോണന്റെ ഉള്ളില് വീറും വാശിയും വർദ്ധിപ്പിക്കാൻ അങ്ങനെ ഒരു പ്രയോഗം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ദൃഷ്ടദ്യുമ്നൻ യാഗഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചവനാണ്. പാഞ്ചാലി എന്ന കൃഷ്ണ യാഗകുണ്ഡത്തിൽ നിന്ന് യൗവനയുക്തയായി തന്നെ വന്നവളാണ്. അയോനിജയാണ്. അയോനിജ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവളല്ല, ദിവ്യമായിട്ടുള്ള ഒരു അവതാരമാണ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഇവരുടെ ദൃഷ്ടദ്യുമ്നന്റെയും പാഞ്ചാലിയുടെയും ഉൽപ്പത്തി അതെന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കുക. ദ്രുപദന്റെ സങ്കല്പം അർജുനനെ തന്റെ മരുമകനായി കിട്ടാൻ കൂടിയാണ്. അർജുനന്റെ മഹത്വം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അർജുനനിലെ ഏറ്റവും ശ്രേഷ്ഠനായ ക്ഷത്രിയ ധർമ്മം അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാരണം തന്നെ അവമാനിക്കുന്ന ആചാര്യനെ തടയുന്ന ശിഷ്യനെ കണ്ടു. അവിടെ തന്റെ തലയിൽ കാലുവെച്ച് തന്നെ അപമാനിച്ചതായുള്ള സന്ദർഭത്തിൽ ധൈര്യപൂർവം ആചാര്യനെ തടയുന്ന ഒരു ശിഷ്യൻ. എത്ര വിനീതനായിട്ടുള്ള ശിഷ്യനാണ്, എത്ര ശുശ്രൂഷ ചെയ്യുന്ന ശിഷ്യനാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ധർമ്മത്തിന്റെ ഒരു സംഭവം വന്നപ്പോ അത് തുറന്നു പറയാൻ മടി കാണിച്ചില്ല. അതാണ് അർജുനന്റെ ഋജുത്വം. അർജുനൻ എന്ന് പറഞ്ഞാൽ തന്നെ ഋജുത്വമുള്ളവനെന്നാണ്. ഋജുത്വം എന്ന് പറഞ്ഞാല് ആർജവം, സത്യസന്ധത, നിഷ്കളങ്കത, ഉള്ളിലുള്ളത് തുറന്നു പറയുന്ന ധൈര്യമുള്ള ആ സ്വഭാവം, അതാണ് അർജുനത്വം. അർജുന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ
സ്ട്രെയിറ്റ് ഫോർവേഡ്, നിഷ്കളങ്കൻ, സത്യസന്ധൻ, സത്യം പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ധീരൻ, ധർമ്മം പ്രവർത്തിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ധീരൻ, ഉത്തമ ക്ഷത്രിയൻ എന്നർത്ഥമാണ്. ഉത്തമ ക്ഷത്രിയനാണ് അർജുനൻ. ആ അർജുനനെ മുൻനിർത്തിയാണ് ഇനി ഈ യുദ്ധത്തില് ഭഗവാൻ കളിക്കുന്നത്. ആ ഉത്തമ ക്ഷത്രിയനായ അർജുനനെയും യുധിഷ്ഠിരനെയും വിജയിപ്പിച്ചുകൊണ്ടാണ് ധർമ്മത്തിന്റെ ജയം ഭഗവാൻ സാധിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള് ഇതിന്റെ പശ്ചാത്തലത്തിലുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ പറയാനുണ്ട്. അത് നാളെ തുടരാം. നമുക്ക് നമ്മുടെ കർണന്റെ പശ്ചാത്തലം, കർണൻ ദുര്യോധന പാളയത്തിൽ എത്തുന്ന കഥ, ദുര്യോധനന്റെ വിധേയനായി തീരുന്ന കഥ, അതൊക്കെ നമുക്ക് നാളെ കാണാം. എന്നിട്ട് വേണം സഭാപർവത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ആദിപർവത്തിലെ, സംഭവ പർവത്തിലെ ഈ കഥകളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് സഭാപർവത്തിൽ നടന്ന രാജസൂയയാഗവും ചൂതുകളിയും പാചാലി വസ്ത്രാക്ഷേപവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തി നോക്കാം. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാ മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.